ടോമിച്ചോ ആ ടോമിച്ച ഈ എന്താ ക്രിസ്മസ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കണേ? വെറുതെ ഇരിക്കുവാ. വെറുതെ ഇരിക്കണേ? ക്ലാസ്സിൽ പോണ്ടേ? നീ ഗിഫ്റ്റ് ഇടുന്ന ദിവസമല്ലേ? എടാ ഞാൻ ഇല്ലടാ. എടാ നീ ഇല്ലാണ്ട് ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോണേ? എൻ്റെ അപ്പൻ്റെ കാശില്ലടാ. ഞാനെങ്ങനെയാടാ വരുന്നത്? എടാ നീ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാണ്. എടാ അങ്ങോട്ട് എങ്ങനെയാടാ ഞാൻ കയറി ചെല്ലുന്നത്? നാണക്കേടല്ലേ? എനിക്ക് ഗിഫ്റ്റ് എപ്പോഴും കൊടുക്കണ്ടേ? രാവിലെ. എനിക്ക് ഉച്ചയ്ക്ക് കൊടുക്കണ്ടേ? നീ കൊടുക്ക്. എടാ അത് ശരിയാവൂ? സാരില്ല, നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തിരിച്ചു കിട്ടില്ലേ? അപ്പൊ എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ മതി. ഞാൻ സ്കൂളിലവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പപ്പയ്ക്ക് ഗിഫ്റ്റ് ജോണി കുട്ടി കൊടുത്തോ? എനിക്ക് കിട്ടിയ സമ്മാനം ജോണിക്ക് കൊടുക്കാൻ മനസ്സ് വന്നില്ല. ഇന്ന് അവനെ കൊടുക്കാതെ പിടിച്ചു വെച്ച ഗിഫ്റ്റിന് ഞാൻ നഷ്ടപ്പെടുത്തിയത് അവനെ തന്നെയായിരുന്നു. എന്നിട്ട് പപ്പ സോറി പറഞ്ഞില്ലേ? ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാൻ അവൻ്റെ നമ്പറിൽ വിളിച്ചു. ജോണിക്കുട്ടി, അയ്യോ പപ്പ വിളിച്ചിട്ട് മാസമായി. ഹലോ ഹലോ ഇതാരാ? ഹലോ ആ മോളോട് എത്തിയോ? ആ എത്തി പപ്പ. ഇതാണ് പപ്പയുടെ മോൻ. ആ എന്തായി ചൂസ് ചെയ്തോ? ഞാൻ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ഞാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്തേ. ഹോസ്റ്റലിൽ BSc MSc പഠിച്ചിറങ്ങിയ 6 മാസം കൊണ്ട് തന്നെ രജിസ്റ്റേഡ് നേഴ്സും ആവാം, PR അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതേപോലെ പപ്പ ഓസ്ട്രേലിയയിലേക്ക് ഹൈ ഡിമാൻഡ് ഏരിയയിൽ 3 ഇയർ വരെ സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. സ്കോട്ട് എഡ്യൂക്കേഷൻ അല്ലേ പോയത്? എൻ്റെ അനിയത്തിയുടെ മോള് UK പോയത് MSc നേഴ്സിംഗ് അവിടെ നിന്നാ. പപ്പ ഞാനൊരു കാര്യം പറയട്ടെ, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിന് സ്കോട്ടിൽ തന്നെ ഫൈനാൻസ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അധികം ചിലവാക്കണ്ട. അന്നേരം പറയല മോളെ, പപ്പയുടെ ക്രിസ്മസ് ഗിഫ്റ്റാ. ഹാപ്പി ക്രിസ്മസ് മോളെ. അതാരാപ്പാ? അത് ജോണിക്കുട്ടിയുടെ മോളാടാ.